ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്നാണ് സ്നോ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് സിസുവിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്നോ കാണാനായിട്ട് പോകുന്നത്. സ്നോയിൽ കുറേ നേരം ഉല്ലസിക്കാനും ആർത്തുല്ലസിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. കാരണം നമ്മളെ നാട്ടിൽ ഈ സ്നോ കാണാനൊന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് എപ്പോഴാണ് വരിക എന്ന് പോലും എനിക്കറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ട്രിപ്പിന് യെസ് എന്ന് പറയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് മണാലിയും ഈ സ്നോയും ഒക്കെ തന്നെയാണ്. കാരണം നമ്മൾ അറിയാത്തൊരു കാര്യം പുതുതായി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു അനുഭവം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ്. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്നും കുറച്ചധികം ദൂരമുണ്ട് സിസു എന്ന സ്ഥലത്തേക്ക്. അപ്പം നമ്മൾ ആദ്യം പോകാനിരുന്നത് സിസുവിലേക്കല്ല, റോത്താങ് പാസിലേക്കായിരുന്നു. പക്ഷേ അവിടെ അതിശൈത്യം കാരണം മഞ്ഞ് റോഡിലടക്കം വീഴുന്നത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് നമ്മൾ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ടാണ് സിസുവിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ കാണുന്ന വസ്ത്രങ്ങളെല്ലാം നമ്മൾ അവിടുന്ന് വാടകയ്ക്ക് എടുത്തതാണ്. നിങ്ങളൊരു 250 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാടക കിട്ടും. നിങ്ങൾ ഗ്ലൗസ് സെപ്പറേറ്റ് മേടിക്കണം, അതിനൊരു 100 റുപ്പീസ് ആവും. അതേപോലെ സോക്സ് മേടിക്കുന്നുണ്ടെങ്കിൽ അതും മേടിക്കാം. പിന്നെ ഈ ഡ്രസ്സ് നമ്മൾ ഉപയോഗശേഷം കടയിൽ എവിടെ നിന്നാണോ വാടക എടുത്ത് അവിടെ തിരിച്ച് ഏൽപ്പിക്കാം. ഗ്ലൗസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. പിന്നെ മെയിനായിട്ടും സ്നോയിൽ നനയാതിരിക്കാനാണ് ഈ ഡ്രസ്സ്. സ്നോയിലെല്ലാം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്തായാലും നനയും, വഴുതി വീഴും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വാടകയ്ക്ക് എടുക്കാതെയും കുറേ പേര് പോകുന്നുണ്ട്. അവർ സ്നോയിൽ ഇറങ്ങുന്നില്ല എന്നേ ഉള്ളൂ. വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അകലെ മഞ്ഞ് കാണുമ്പോൾ നമ്മളൊരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരം തന്നെയായിരുന്നു. കാരണം ഈ യാത്രയിലുള്ള പലരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70% പേരും ആദ്യമായിട്ടാണ് സ്നോ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഉൾപ്പെടെ. അത് കാണാനുള്ള ആകാംക്ഷ അത്രക്കധികമായിരുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവറാണിത്, ഗൗതം ഭയ്യാണ്. ഗൗതം ഭയ്യ കഴുത്തിലൊക്കെ പച്ചയൊക്കെ കുത്തി സെറ്റാണ്. പുള്ളിക്കാരൻ ഇവിടുത്തുകാരനല്ല, നേപ്പാളുകാരനാണ്. പിന്നെ നമ്മളങ്ങനെ അടൽ ടണൽ വഴിയാണ് പോകുന്നത്. അപ്പോൾ 2020 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. പ്രധാനമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിനുശേഷം 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതുവഴി പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഞാൻ അന്ന് ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചില്ല ഞാനിപ്പോൾ 2025 ഇവിടെ എത്തുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെ അത് സംഭവിക്കുകയാണ്, ഞാനിത് പാസ് ചെയ്യുകയാണ്. ഏകദേശം ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 9 കിലോമീറ്ററാണ്. ഏകദേശമല്ല, 9.02 തോന്നുന്നു. അത്രയും കിലോമീറ്റർ ഉണ്ട് ഇത്. അപ്പോൾ കുറച്ച് ടണൽ ദൃശ്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെ ടണൽ കടന്ന് നമ്മൾ പുറത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറേ വിനോദസഞ്ചാരികളെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിവിടെയല്ല ഇറങ്ങേണ്ടത്. സിസു എന്ന് പറയുന്നത് ഇവിടുന്നും കുറച്ചുകൂടി പോകാനുണ്ട്. അപ്പം നമ്മുടെ സഞ്ചാരം തുടരുകയാണ്. ഏകദേശം സിസു എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗൗതം ഭയ്യ നമ്മളെ കേരളത്തിനെയൊക്കെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളി ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എപ്പോഴെങ്കിലും എനിക്ക് വരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ സിസുവിലെത്തി. മണിക്കൂറുകളോടാണ് അവിടെ ചിലവഴിച്ചത്. ഏകദേശം ഒരു 3-4 മണിക്കൂർ തന്നെ അവിടെ തന്നെ ചിലവഴിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ചു വിട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു ഈ ഒരു ദിവസം, ഈ യാത്രയിൽ. കാരണം എല്ലാവരും അത്രയധികം സന്തോഷിച്ച് ഉല്ലസിച്ചൊരു സമയമായിരുന്നു ഇത്.
കുറച്ച് പേർക്ക് ചെറുങ്ങനെ ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അവരെ നമ്മൾ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി. ബാക്കിയുള്ളവരെല്ലാവരും നല്ലോണം മാക്സിമം എത്ര എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്ര എൻജോയ് ചെയ്തു ഉസ്മാനിൽ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അവിടെയുള്ള ചെറിയൊരു മല കയറിയിട്ടുള്ള എൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. വെരി നൈസ് എക്സ്പീരിയൻസ്. ഒരു മലേൻ്റെ മുകളിൽ മല കയറി ചത്ത് അയ്യോ പിടിക്കോ പിടി പിടി. പിടിക്കണേ. അതാ പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം നമ്മളുടെ ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇത്. കാരണം എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ കഴിയായിരുന്നു. ഈ ഫോട്ടോസൊക്കെ ഞാൻ അവിടെ നിന്ന് ഡിജിറ്റൽ ക്യാമറ വഴി എടുത്തതാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് ഡിജിറ്റൽ ക്യാമറ കൊണ്ട് നടപ്പുണ്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു വരുമാനം തന്നെയാണ്. കാരണം ഒരു 50-60 രൂപയ്ക്ക് അവർ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തരും. പിന്നെ റീലാക്കാനുള്ള വീഡിയോസ് അടക്കം അവരെടുത്ത് തരുന്നുണ്ട്. അതിന് 120 രൂപ മറ്റോ ആണ് ഒരു റീൽ വീഡിയോ എടുക്കുന്നതിന്. നമ്മളുടെ ഒരു യാത്രികൻ്റെ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളും കേട്ടുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടരാം. ഞാൻ സ്വപ്നയാത്രയിൽ ആദ്യമായിട്ട് വരുന്നത് സാറുമായിട്ടാണ്. സാറാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സ്വപ്നയാത്രയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ടൊരു ഇങ്ങനെ യാത്ര പോകുന്ന ആളാണ്. അപ്പോൾ സ്വപ്നയാത്ര ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഇതിനകത്ത് കയറുന്നത്. പക്ഷേ സ്വപ്നയാത്രയുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ഡൽഹി നമ്മുടെ ഇവിടെ രണ്ടാമത് സ്ഥലം ഏതായിരുന്നു? പഞ്ചാബിൽ ഒന്ന് അമൃത്സറിലെത്തി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വാഗാ ബോർഡിലെ ആ പരേഡ് കാണുക എന്നുള്ളത്. ഞാൻ 2 മാസം മുമ്പ് വന്നിരുന്നെങ്കിൽ സ്നോഫോൾ കാരണം അവിടെ കാണാൻ പറ്റിയില്ല. ഇന്ന് സിദ്ധാർത്ഥൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വാഗാ ബോർഡിലെ പരേഡ് കാണുന്നു. അതിനുശേഷം ഞങ്ങളിപ്പോൾ മണാലി വന്നിരിക്കുന്നു. മണാലിൻ്റെ ഭൂപ്രകൃതിയും ആ അറ്റ്മോസ്ഫിയറും ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഞങ്ങളത് ശരി ആസ്വദിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാ സഹായം ചെയ്തതായിട്ട് സിദ്ധു ഞങ്ങളുടെ കൂടെയുണ്ട്. സിദ്ധാർത്ഥന് ഞങ്ങളുടെ ഒരു വലിയൊരു ഹായ്. അപ്പം നമ്മളെല്ലാവരും മഞ്ഞിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് റൂമിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് വണ്ടി കയറുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമായിരുന്നു. ഇനി എപ്പോഴാണ് ഈ മഞ്ഞൊക്കെ കാണാൻ കഴിയുകയെന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അങ്ങനെ നമ്മൾ അടൽ ടണലിലേക്ക് തിരിച്ചെത്തി. ഇവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി. അതിനുശേഷം കുറച്ച് പേരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. 1 2 3 സ്റ്റാർട്ട്. ഇനി ഈ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ ആയി തിരിച്ചു വരാം. ഓക്കെ, ബൈ.